ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ലാസ്റ്റ് 1 മന്ത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ്. അപ്പം അതിലേക്ക് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ഇനിയുള്ള ഒരു മാസം നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ ഇതിൽ കുറെ പേര് എന്താ ഓൾറെഡി പഠിച്ചിട്ട് ഒന്ന് തറായിട്ട് നിൽക്കുന്നവരുണ്ടാവാം, അല്ലെ? അല്ലാണ്ടാത് എന്തായിരിക്കും, നമ്മൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവാം. അപ്പൊ രണ്ടുപേർക്കും ഈ ഒരു 30 ദിവസം സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു 30 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് റിവിഷൻ സ്ട്രാറ്റജി ആയിട്ട് എന്താ നിങ്ങൾക്ക് യൂസ് ചെയ്യും. രണ്ടാമത് ഇതുവരെ തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ ഇനിയുള്ള 30 ദിവസം കൃത്യമായിട്ട് എന്താ ഈ ഒരു പ്ലാൻ, ഈ ഒരു പാറ്റേൺ രീതി പോയി നിങ്ങൾക്ക് എന്താ കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് ചിലപ്പം RRBJയുടെ CBT-ന്റെ എക്സാം ഡേറ്റ് ചേഞ്ച് ആവുന്നില്ല രീതിയിൽ പല രീതിയിലും പല കോണുകളിൽ പറയുന്നുണ്ട്. അത് നമുക്കിപ്പം കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ ALPD CBT2ന്റെയും ALPD ജെയിന്റെയും CBT2 എക്സാം കോൺസിക്യൂട്ടീവ് ഡേയ്സിലാണ്. ഇപ്പൊ രണ്ടിനും അപ്ലൈ ചെയ്തവർ രണ്ടും ഡിഫറെന്റ് സോണിൽ അപ്ലൈ ചെയ്തവർക്കൊക്കെ അത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവാന്നുള്ള രീതിയിൽ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റ് ചേഞ്ച് ആവും. നല്ല രീതിയിലൊന്നും ചേഞ്ച് ആവില്ല, ചെറിയൊരു 4-5 ദിവസത്തെ ചേഞ്ചസ് ഉണ്ടാവുന്ന രീതിയിൽ പറയുന്നത്. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അതേപോലെ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന 2019 2015 നടന്ന CBT2ന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് 2019 വീഡിയോ അനാലിസിസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയ, എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏത് ഏരിയ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അതേപോലെ തന്നെ ഇപ്രാവശ്യം ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യാം, നമുക്കത് പറയാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ TCS തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ SSCJയുടെ ഒക്കെ PYQs നോക്കുക. ലാസ്റ്റ് 1 മന്തിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ അപ് ടു ഡേറ്റ് ആയിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ എന്താ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാം. ഈ ഇനിയുള്ള ഒരു മാസം നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു സമയം യൂസ് ചെയ്യുന്നു, അതിന്റെ ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓൺലി CBT1 എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചറാണ്, അല്ലെ? അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിന്റെ ബേസ് ആയിട്ടായിരിക്കും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും കൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ച രീതിയിൽ നിൽക്കുക. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ ഫേസ് ചെയ്യണം. ഓക്കെ. മാക്സിമം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പഠിച്ച രീതിയൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാക്ട് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചോ. ഓക്കെ. നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ തിയറി എന്താ പഠിച്ച കൺസെപ്റ്റ് പഠിച്ചതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ ക്വസ്റ്റ്യൻസും കൂടി ഫേസ് ചെയ്യും. എന്നാലും മാത്രമേ നമ്മുടെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവണം. ഓക്കെ. അപ്പൊ നമ്മൾ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പോ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഇത് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ആക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സിലബസ് മനസ്സിലാക്കണം, സിലബസ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ. സിലബസ് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവണം, എന്താണ് സിലബസ്. അത് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അതിൽ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, പോവാം, സ്റ്റഡി പ്ലാനിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പൊ ഈ 30 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം മാക്സിമം നിങ്ങൾ എന്താ കവർ ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്താൽ നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഒരു ലാസ്റ്റ് ഒരു മാസം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റൻസ് ഫേസ് ചെയ്യാം, മാക്സിമം നിങ്ങൾ ഇൻപുട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ. അപ്പൊ നമുക്കെന്നാൽ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. അപ്പോൾ വീക്ക് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസ് ഒക്കെയാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡേ 1 നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ റെസിസ്റ്റേഴ്സ്, അതേപോലെ ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്, അതുമായി റിലേറ്റ് ചെയ്ത ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ഓക്കെ. അതുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ്, അതേപോലെ കൺസെപ്റ്റ് ഓഫ് കറന്റ്, വോൾട്ടേജ്, പവർ ആൻഡ് എനർജി ഒക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു 4 ദിവസം കൊണ്ട് ഒരു 4 മണിക്കൂറോടെ കൊണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് ഇതിന്റെ കൂടെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, PYQs നോക്കുക, അതേപോലെ SSCJയുടെ PYQs നോക്കുക. ഓക്കെ. അപ്പൊ ഇതൊക്കെ നോക്കുക. ഇതൊന്നും നമ്മൾ ഓരോ ദിവസവും നമ്മൾ പറയുന്നില്ല. അത് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇൻപുട്ട് ഇടണം. ഓക്കെ. നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മള് ബേസിക് കൺസെപ്റ്റിന്റെ സർക്യൂട്ട് ലോസിന്റെയും ബാങ്കിങ് സർക്യൂട്ട്സിന്റെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. AC ഫണ്ടമെന്റൽസിന്റെ നാളെ വരുന്നുണ്ടാവും. ഓക്കെ. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ സൈഡിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ SSCJ RRBJയുടെ ഒക്കെ PYQs നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ ഫേസ് ചെയ്യാം. അതേപോലെ അതാ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ അതാ ദിവസം രാത്രി നിങ്ങൾ റിവൈസ് ചെയ്യാം.
നെക്സ്റ്റ് ഡേ ആകുമ്പോഴും എന്ത് ചെയ്യുക, 2 ദിവസം കൂടുമ്പോഴും ആ ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതായത് ഡേ 1ഉം ഡേ 2ലും പഠിച്ച കാര്യങ്ങൾ ഡേ 2 നിങ്ങൾ റിവൈസ് ചെയ്യുക. അതേപോലെ വീക്ക്ലി റിവൈസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഡേ 2ൽ എന്താ പിന്നെ ഡേ 2ൽ നമ്മൾ KCL, KVL, കിർച്ചോഫ് ലോസ് അല്ലെ, KCL ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതേപോലെ തിയറംസ്, നെറ്റ്വർക്ക് തിയറംസ്, തെവനിസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർപൊസിഷൻ തിയറം, അതേപോലെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, അതൊക്കെയാണ് നമ്മൾ ഡേ 2 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ടോട്ടൽ 11 സബ്ജക്ട് എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞേക്കുന്നത്. Okay, 11 സബ്ജക്ട് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞേക്കുന്നത്. ഡേ 1ഉം ഡേ 2 ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ 2 സബ്ജക്ട് നമ്മളവിടെ കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്ത PVQs ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്, അല്ലാന്നുണ്ടെങ്കിൽ MEDCയുടെ പബ്ലിക്കേഷൻസിന്റെ ബുക്കുകൾ, അതിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാണ്ട് പറ്റും കേട്ടോ. ഓക്കെ, അത് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. മൂന്നാം ദിവസം എന്ത് ചെയ്യാം, മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പൊ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ നമ്മൾ ഏറ്റവും പറഞ്ഞ കൺസെപ്റ്റ് ഓഫ് ഫ്ലക്സ് എന്താണ്, അതുപോലെ MMF എന്താണ്, അതേപോലെ റിലക്റ്റൻസ് എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഡേ 3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 4-ാം ദിവസം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ കാൽക്കുലേഷൻ ഓഫ് കണ്ടക്ടേഴ്സ് ഫോർ ഡിഫറെന്റ് കോൺഫിഗറേഷൻ, അതായത് സർക്കുലർ, സ്ട്രൈറ്റ്, സോളിനോയിഡൽ, അതൊക്കെയാണ്. അതുപോലെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതൊക്കെയാണ് നമ്മൾ ഡേ 4 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 5-ാമത്തെ നമ്മൾ AC ഫണ്ടമെന്റൽസ് നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതില് നമ്മൾ പഠിക്കേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, പീക്ക് വാല്യൂ, RMS വാല്യൂ, ആവറേജ് വാല്യൂസ്, അല്ലാന്നെങ്കിൽ നമ്മളെ ഫോം ഫാക്ടർ അല്ലെ, അതൊക്കെ എന്ത് ബൈ ഹാർട്ട് പഠിക്കുക. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, ഒരു ആൾട്ടർനേറ്റീവ് വേവ് ഉണ്ടെങ്കിൽ അതിന്റെ കേസിൽ RMS വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ഓക്കെ, അതൊക്കെ ഉണ്ടല്ലോ, ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഡിഫറെന്റ് ഫാക്ടേഴ്സ്, അതൊക്കെ എന്റെ ഫോം ഫാക്ടർ എന്താണ്, ക്രസ്റ്റ് ഫാക്ടർ എന്താണ്, അതൊക്കെ എന്താ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അതൊക്കെ നിങ്ങൾ എന്ത് പഠിക്കാം. ഓക്കെ, അതേപോലെ സിനുസോയിഡൽ വേവ് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പോ അതിൽ ചിലപ്പോൾ നിങ്ങളോട് തന്നിട്ടുണ്ടാവും, ചിലപ്പം ഒരു സിനുസോയിഡൽ വേവ് അതിന്റെ ടൈം പീരീഡ് എത്രയാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. 6-ാമത്തെ ദിവസം നമ്മൾ സീരീസ് ആൻഡ് പാരലൽ AC സർക്യൂട്ട്, RL, RC, RLC, സീരീസ് പാരലൽ സർക്യൂട്ട്സ്, അതുപോലെ റെസൊണൻസ്, ടാങ്ക് സർക്യൂട്ട്, അതൊക്കെയാണ് ഡേ 6 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേ 7 നമ്മൾ പോളിഫേസ് സിസ്റ്റം, സ്റ്റാർ ഡെൽറ്റ കണക്ഷനും, അതേപോലെ 3 ഫേസ് പവർ അനാലിസും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആഴ്ച ഡേ 7 വരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡേ 7 എന്ത് ചെയ്യാം, നിങ്ങൾ റിവൈസ് ചെയ്യാം. റിവിഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. 7-ാം ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കുറവാണ്. ഇതേപോലെ നിങ്ങൾ 14, 21, 28 ദിവസങ്ങൾ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ടാവും. Okay. അപ്പൊ ഇത് നമ്മൾ 30 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 35 ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് ഇത് മാറ്റാം. പിന്നെ 2-ാമത്തെ ആഴ്ച നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോവാണ്. അതുകൂടാണ്ട് മെഷീൻസിലേക്കും വരുവാണ്. അതായത് ട്രാൻസ്ഫോമേഴ്സ്, DC മെഷീൻസ്, ഇൻഡക്ഷൻ മെഷീൻസ്, ഓക്കെ, സിഗ്നോസ് മെഷീൻസ്. അപ്പൊ പറയുകയാണെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മെഷർമെന്റ് ഓഫ് പവർ, സിംഗിൾ ഫേസും അതുപോലെ 3 ഫേസും, മെഷർമെന്റ് ഓഫ് പവറും എനർജിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ, സ്മാർട്ട് മീറ്റർ മെത്തേഡ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, മൂവിംഗ് കോയിൽ, മൂവിംഗ് അയൺ, അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതേപോലെ എന്താണ് എനർജി മീറ്റർ, മൾട്ടിമീറ്റേഴ്സ്, മെഗേഴ്സ്, CRO, സിഗ്നൽ ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്, നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മളവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ 10-ാം ദിവസം നമ്മൾ DC മെഷീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മെഷീൻസിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, വളരെ വളരെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്പീഡ് കൺട്രോൾ ആൻഡ് ബ്രേക്കിംഗ് മെത്തേഡ്സ്, എഫിഷ്യൻസി ലോസസ്, അതൊക്കെ എന്താ 11-ാം ദിവസം. പിന്നെ 12-ാം ദിവസം നമ്മൾ ട്രാൻസ്ഫോമേഴ്സിലേക്ക് പോകുന്നു അല്ലെ, സിംഗിൾ ഫേസ്, 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ എന്നാ വോൾട്ടേജ് റെഗുലേഷൻ, അതേപോലെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, അതേപോലെ ലോസ്, എഫിഷ്യൻസി, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ്, അതൊക്കെയാണ് നമ്മൾ 13-ാമത്തെ ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 14-ാമത്തെ ദിവസം എന്ത് ചെയ്യാം, നമ്മൾ ഇൻഡക്ഷൻ മെഷീൻസിലേക്ക്, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, അതിന്റെ വർക്കിംഗ്, മൈനിക്കൽ സർക്യൂട്ട്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അന്ന് എന്ത് ചെയ്യാം, 14 ദിവസങ്ങൾ 8-ാമത്തെ ദിവസം തൊട്ട് 14 ദിവസം വരെ പഠിച്ച കാര്യങ്ങൾ അന്ന് റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താ 15-ാമത്തെ ദിവസം നമ്മൾ നേരെ സിംഗ്ലസ് മെഷീൻസിലേക്ക് പോയി, EMF ജനറേഷൻ, അതുപോലെ ആർമേച്ചർ റിയാക്ഷൻ, വോൾട്ടേജ് റിവിഷൻ, പിന്നെ പാരലൽ ഓപ്പറേഷൻ പഠിക്കാം. പിന്നെ സിംഗ്ലസ് മോട്ടറിന്റെ വർക്കിംഗ് എന്താണ് പഠിക്കുക, അതുപോലെ അതിന്റെ അപ്ലിക്കേഷൻസ്, അതുപോലെ പവർ കൺട്രോൾ. പിന്നെ നമ്മൾ 17-ാമത്തെ ദിവസം നമ്മൾ നേരെ പവർ സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, കോസ്റ്റ് ഓഫ് ജനറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, പിന്നെ എഫിഷ്യൻസി, അതുപോലെ കണ്ടക്ടർ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതൊക്കെ എന്താ 18-ാം ദിവസം.
19 ദിവസത്തിന്റെ പെർഫെക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ അതിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, അതുപോലെ അതുമായി റിലേറ്റ് ചെയ്ത ഷോർട്ട് സർക്യൂട്ട് കാൽക്കുലേഷൻ കാര്യങ്ങളും. 20-ാമത്തെ ദിവസം നമ്മൾ സ്വിച്ച് ഗിയേഴ്സിലേക്കാണ് പോകുന്നത്. സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതുപോലെ ആർക്ക് എക്സ്ചേഞ്ച് മെത്തേഡ്സ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ്, എന്താണ് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ, അതൊക്കെയാണ് അതിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേസ്, അതേപോലെ പ്രൊട്ടക്ഷൻ സ്കീംസ്, അതൊക്കെയാണ് നമ്മൾ ഡേ 21 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, അതേപോലെ ബസ് ബാർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും. പിന്നെ എന്താ വീക്ക് 4 നാലാമത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ്, അതേപോലെ ഇല്ലുമിനേഷൻ, അതേപോലെ ബേസിക് ഇലക്ട്രോണിക്സ്, അതോടുകൂടിയാണ് നമ്മൾ എന്ത് അവിടെ ഫൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അല്ലെ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് സ്കീം എന്താണ്, അതേപോലെ മെഷീൻ ഇൻസ്റ്റാളേഷൻ ഈ റൂൾസ് കാര്യങ്ങൾ ഡേ 22. ഡേ 23 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ് എന്താണ്, എർത്തിങ് പ്രാക്ടീസസ് ഏതൊക്കെയാണ്, അതുപോലെ എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ്, പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, അതേപോലെ അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജിയിലാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ്, വെൽഡിങ്, ഇല്ലുമിനേഷൻ, അതൊക്കെ വരുന്നത്. അതൊക്കെ ഡേ 24 നമ്മൾ അവിടെ കവർ ചെയ്തു. ഡേ 25 നമ്മൾ ഇലക്ട്രിക് ഡ്രൈവ്സ്, മോട്ടോഴ്സ് കാര്യങ്ങൾ. അതുപോലെ 26-ാമത്തെ ദിവസം ബേസിക് ഇലക്ട്രോണിക്സിൽ വരുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, അതേപോലെ BJT, JFET, അതേപോലെ അതിന്റെ സിമ്പിൾ സർക്യൂട്ട്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണെന്ന് എല്ലാവരും ഡേ 27 വന്നു. അപ്പൊ ഇത്രയും ദിവസം അവിടെ നമ്മളവിടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മളവിടെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അൾട്ടിമേറ്റ് അടുത്ത എയിം എന്താ, മോക്ക് ടെസ്റ്റുകൾ. 28-ാമത്തെ ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്, മോക്ക് എക്സാംസ് എഴുതുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ എന്താ, ഒന്നാമത്തെ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം 28-ാമത്തെ ദിവസം. 29-ാമത്തെ ദിവസം എന്ത് ചെയ്യാം, 3-4 ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. അതുകൊണ്ടുള്ള മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. 30-ാം ദിവസം എന്ത് ചെയ്യാം, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. 30 എന്നുള്ളത് വേണമെങ്കിൽ കൂടാം, കാരണം ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 35 അവരൊക്കെ വേണമെങ്കിൽ പോകും. അപ്പൊ അതുവരെ എന്ത് ചെയ്യാം, മോക്ക് എക്സാംസ് പ്ലസ് റിവിഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൽ CBT ട്യൂറിംഗ് ഒക്കെ അറിയാം. ടെക്നിക്കൽ കൂടാണ്ട് നോൺ ടെക്നിക്കൽ ഉണ്ട്. അതിൽ ഫിസിക്സ്, അതേപോലെ മാത്സും കാര്യങ്ങളും ഓൾറെഡി നിങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോ CBT 1 പഠിച്ച സെയിം സിലബസ് തന്നെയാണ്. അത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ അതിൽ എക്സ്ട്രാ ഉള്ളത് പറഞ്ഞാൽ എൻവയോൺമെന്റലും പിന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ ആണ്. അല്ല, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ എൻവയോൺമെന്റലും ഉണ്ട്. ഓക്കെ. അപ്പൊ അതെന്താ നിങ്ങൾ എക്സ്ട്രാ നോക്കുക. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങളെ സൈഡിൽ എന്താ ഒന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ സൈഡിൽ നിന്ന് എന്താ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇനിയുള്ള ഒരു മാസം നിങ്ങൾ എങ്ങനെ ഇതിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് എത്ര മാത്രം എഫേർട്ട് എടുക്കുന്നു, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.